ഇവർ പടച്ച റബ്ബിന്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെടാതെ പോകുമോ? അള്ളാന്റെ പള്ളിയുടെ ഈ സമുദായത്തിന്റെ കേന്ദ്രങ്ങളുടെ പഞ്ചായത്ത് അന്യ സമുദായത്തിൽപ്പെട്ട രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ വീട്ടുമുറ്റത്തേക്ക് പള്ളിയുടെ കാര്യങ്ങളെ വലിച്ചു കൊണ്ടുപോയവർ ഇവരൊന്നും മഹ്ശറയിൽ വെറുതെ പോകുമെന്ന് കരുതേണ്ടതില്ല. നാട്ടുകാരുടെ സകലമാന പ്രശ്നത്തിന്റെ പരിഹാരത്തിന്റെ കേന്ദ്രമാണ് പള്ളി. അങ്ങനെയാകണം. ഇന്ന് എല്ലായിടത്തും അല്ലെ, 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം കമ്മിറ്റിയാകാൻ, പ്രസിഡന്റ് ആകാൻ, സെക്രട്ടറി ആകാൻ, ഖജാൻജിയാകാൻ, വർക്കിംഗ് മെമ്പർ ആവാൻ ഉള്ള ഭയങ്കരമായ ഒച്ചപ്പാടുകൾ, ബഹളങ്ങൾ, കുഴപ്പങ്ങൾ, മീറ്റിങ്ങുകൾ, രഹസ്യ സഭകൾ, ചായ കൊടുപ്പിക്കൽ, പാർട്ടി കൊടുക്കൽ, സപ്പോർട്ട് ചോദിക്കൽ, ഈ സ്ഥാനമാനങ്ങൾ ഇത് അലങ്കാരമല്ല, ഇത് ആഡംബരമല്ല, ഇത് രാജാധികാര പദവിയല്ല. ഖാലിഖായ റബ്ബിന്റെ മുന്നില് കൈകെട്ടിയിട്ട് അല്ലാഹ് ഉത്തരം പറയേണ്ടി വരും. കമ്മിറ്റി, ഭാരവാഹിത്വം, സംഘടനകളുടെ, പള്ളിയുടെ, മദ്രസയുടെ ഏറ്റെടുത്ത ആളുകൾ ഖാലിഖായ റബ്ബിന്റെ മുമ്പിൽ കാലങ്ങളോളം, കൊല്ലങ്ങളോളം മഹ്ശറയിൽ കാത്തു നിൽക്കേണ്ടവരാ. അതുകൊണ്ടാണ് അബൂ ഹനീഫ തങ്ങളടക്കം ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല. എന്നിട്ട് രാജാവ് ചാട്ടവാറ് കൊണ്ടടിച്ചു. ഇല്ല, ഏറ്റെടുത്തില്ല. എനിക്കിവിടത്തെ ചാട്ടവാറിന്റെ അടി പ്രശ്നമല്ല. എനിക്ക് നാളെ പടച്ച റബ്ബിന്റെ മഹ്ശറയിൽ സബാനിയാക്കളാകുന്ന മലക്കുകൾ എന്നെ പിടിച്ചടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് സ്ഥാനമാനം ഏറ്റെടുക്കുന്നത് വലിയ മുസീബത്താണ്. ഖൈറായ രൂപത്തിൽ അതിനെ കൊണ്ടു നടക്കാൻ സാധിക്കുമെങ്കിൽ മാത്രം അത് ഖൈറാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണം. അല്ലാഹ് മുത്തുമുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ നിർത്താൻ പോകുന്നു. ഉമ്മാന്റെയും ഉപ്പാന്റെയും പൊരുത്തം വാങ്ങണം. പൊന്നുമക്കളെ, ഉമ്മാന്റെ പൊരുത്തല്ലാതെ, ഉപ്പാന്റെ പൊരുത്തല്ലാതെ ഒരു മകനും രക്ഷപ്പെടാൻ കഴിയില്ല. ഉമ്മാനെ കണ്ണുമിഴിച്ച് നോക്കാൻ പാടില്ല. കണ്ണുരുട്ടി പഠിപ്പിക്കുന്ന ശൈലി, വലിയ കണ്ണാക്കി നോക്കൽ പോലും പാടില്ല. ഉമ്മാനെ കരയിപ്പിക്കാൻ പാടില്ല. ഉമ്മാനെ സങ്കടപ്പെടുത്താൻ പാടില്ല. ഉപ്പാന്റെ മനസ്സിലേക്ക് സങ്കടം വരാൻ പാടില്ല. എല്ലാരും പ്രിയപ്പെട്ട ഉമ്മ എന്ന് വയത് പറഞ്ഞിട്ട് ഇപ്പൊ ചില നാട്ടിലെല്ലാം പോകുമ്പോ ഉപ്പാക്ക് ബലന്നില്ല. വയസ്സായ ഉപ്പാർക്കല്ല ആർക്കും വേണ്ട. മംഗലം കഴിഞ്ഞിട്ട് പോകുമ്പോ ഉമ്മാനെ കൂട്ടും, ഉപ്പാനെ കൂട്ടൂല. എന്തോ ശരി, സമയം ചെല്ലിക്കൊള്ളി, ലേട്ടാവും കാര്യം ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ട് ഇപ്പൊ കുറെ പിടിപ്പിക്കുന്നില്ല. സീർണിണ്ട് ബേയോ, ഇല്ലെങ്കിൽ സീർണിയെല്ലാം ബാക്കിയോ. ഷീർണി വലിയ ബർക്കത്തുള്ളതാണ്. ഒരു പരിപാടി ദ്വാലം കഴിഞ്ഞ് കൊടുക്കുന്ന ഷീർണിക്ക് വലിയ ബർക്കത്താണ്. കട്ടണോ മാട്ടില്ലേ? ചില സ്ഥലത്തല്ല, പള്ളിന്റെ കമ്മിറ്റിന്റെ ഓഫീസിലല്ലോ റാത്തീബിന്റെ ഷീർണിയല്ലോ. ഇതിന്റെ ഇടക്കത്തിൽ ഗലാട്ടായി എലിചത്തിന് സ്മെല്ല് വരുന്നു. നാട്ടെല്ലാം എടുത്തിട്ടുള്ള ഒത്തരാക്കി നോക്കുമ്പോ റാത്തീബിന്റെ 3 കെട്ട് ഷീർണി. ഇത് പൊളിച്ചിട്ട് നാർന്നു. എലിയത്തിനല്ല. CC ക്യാമറ നോക്കുമ്പോ കമ്മിറ്റിന്റെ മെയിൻ ആളെന്നെ എടുത്തു വെച്ചിന്. ഇത് കൊണ്ടോ അമർന്നന് വെച്ചത്. ഈ ഗഡിപിടിയിലെല്ലാം അങ്ങനെയാണ്. ഈ സീർണിന്ന് ചെല്ലുമ്പോ എന്തിന്റെന്നറിയാലോ മനുഷ്യന്മാർക്ക്? ഒരു ജാതി റാവ് കെട്ടിട്ട് വീണിട്ട് ഉന്തിയിട്ട് ഗലാട്ടാക്കിട്ടല്ല പിടിച്ചിട്ട് ഉസിലാക്കും. ഒന്നിനെ ബാക്ക് നിന്ന് പിടിച്ചിട്ട് പിന്നെ അതിന് എതിരെല്ലാം പിടിക്കും. 2 കെട്ടല് കെട്ടി ഭയങ്കര കോസി. ഒരു യുദ്ധത്തിൽ ജയിച്ചല്ലേ, ഒരു കളിയിൽ ജയിച്ചതിന്റെ ആവേശം. കെട്ട് 2 കിട്ടിയതിന്റെ ഒരു കോസി. പാടില്ല. ഒന്നെടുക്കേണ്ടിട്ട് ഒന്നേ എടുക്കണം. ഇനി ബാക്കിയാണ് നിങ്ങളെ കൊണ്ടുപോയിക്കോളി. കമ്മിറ്റി തീരുമാനിച്ചങ്ങളൊക്കെ കൊണ്ടുപോയിക്കോളി, വിരോധമില്ല. ചില പള്ളിയിൽ ഷീർണി ബാക്കിയാങ്കിൽ ഏലം പിടിക്കലാണ്. അതാണ് എന്റെ ശരി. അല്ലാതെ കമ്മിറ്റിക്കാർ വേണ്ട ഓർഗീസിൽ ഇട്ടുകൊണ്ട് പോന്നല്ല സീർണി. അല്ലാഹു വെറുക്കൂല. അങ്ങനെ ആകണം. അല്ല സർ, അറിയാതെ ബാക്കിയാങ്ങ് മീറ്റിംഗിൽ മുന്നെ മുണ്ടണോ? സീർണി അഥവാ 5 കെട്ട് ബാക്കിയാങ്ങ് എന്താക്കുന്നു? ഹക്കടപാട് അങ്ങനെയാണ്, പള്ളിന്റെ ഇടപാട് അങ്ങനെയാണ്. സംഘടനകളുടെ, സ്ഥാപനങ്ങളുടെ, യതീംഖാനകളുടെ എല്ലാത്തിന്റെയും ജവാബ്ദാരി, ഉത്തരവാദിത്വം അങ്ങനെയാണ്. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളെ, ഉമ്മയോട് ഉപ്പയോട് കടുത്ത വാക്കിൽ പറയരുത്. മുത്തുമുഅ്മിനീങ്ങളെ,
ഉപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ടായിട്ട് ഇടക്കിടക്ക് ഉപ്പാക്കും ഉമ്മാക്കും അവർ ചോദിക്കാതെ പൈസ കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കൈബന്ധിച്ച പരന്റെ അരി സാമാനം എങ്ങാനല്ല, ഗ്യാസ് കൊണ്ടുവരാനല്ല, ഇതൊക്കെ കഴിച്ചിട്ട് ഉപ്പാന്റെ കയ്യിൽ ഉമ്മാന്റെ കയ്യിൽ സ്വതക്ക ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കൈപൊക്കിയ അൽഹംദുലില്ലാഹ്. രണ്ടാൾ അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ചോദിക്കാതെ ഉമ്മന്റെ കയ്യിലേക്ക് സ്വതക്ക വെച്ച് കൊടുക്കണം, ഉപ്പാന്റെ കയ്യിലേക്ക് സ്വതക്ക വെച്ച് കൊടുക്കണം. എന്നിട്ട് ഉപ്പാട് അതെന്തായി മുഞ്ഞാൻ 500 എന്തായി തിരിച്ചു ചോദിച്ചു പോകരുത്, ഉമ്മാട് ചോദിച്ചു പോകരുത്. ഉമ്മ മരിച്ചതിന് ശേഷം നീ കൊടുക്കുന്ന 5000, നീ കൊടുക്കുന്ന അരി, നീ കൊടുക്കുന്ന ചോറ്, നീ കൊടുക്കുന്ന ഞാൻ എനിക്ക് സന്തോഷമായി ഒന്ന് ഭയം നിർത്തിയിട്ട് സ്വല്പ ജാസ്തി മാടി അങ്ങനെ കുറച്ച് ജാസ്തിയാക്കാനാന്ന് പറയുന്നത്. ഏതായാലും കുറെ ജാസ്തിയാക്കുന്നത് ശരിയല്ല. എന്റെ നേട്ടം ഞാൻ ഭയം നിർത്താന്ന് ഫസ്റ്റ് പറഞ്ഞിട്ട് പോയി അല്ലേ. പിന്നെ ഒരു നേരം ഇയാളും അങ്ങനെ വേണ്ടിയ പോലെ ഫസ്റ്റ് ഒന്ന് ചെല്ലി ലാസ്റ്റ് ഒന്ന് ചെല്ലി അത്തേ മുക്കാൽ നന്തര ജാസ്തി മാടി. പിന്നെ അല്ലാഹ് പിന്നെ അതേതായാലും വേണ്ട ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം കൂടി പറഞ്ഞ് ഇങ്ങനെ ഒരു ഒതുക്കി വെക്കുകയാണ്. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്. ഉമ്മാനെയും ഉപ്പാനെയും ദ്രോഹിച്ചു പോകരുത്, കരയിപ്പിച്ചു പോകരുത്, സങ്കടപ്പെടുത്തി പോകരുത്. അവർ നിങ്ങളെ പറയട്ടെ പ്രശ്നമല്ല, ഉമ്മ ചീത്ത പറയട്ടെ സാരല്ല, ഉപ്പ നിങ്ങളെ ആക്ഷേപിക്കട്ടെ സാരല്ല. ബസ്സാകുമ്പോ ചിലപ്പോ അങ്ങനെ ഉണ്ടാകും. നിങ്ങൾ എത്ര നോക്കിയാലും ഉപ്പ വീടന്റെ ഇട പോയിട്ട് പറയും എനിക്ക് മക്ക ഉണ്ടായിട്ട് എന്ത് കാര്യം. എങ്ങനെ നോക്കാത്ത ഉപ്പാക്ക് വലിയ സമസ്യയില്ല, നോക്കുന്ന മക്കളെ ഉപ്പാറ് പോയിട്ട് പറയും ഞങ്ങക്ക് കുറെ മക്കളുണ്ട്, ഓറുണ്ടായിട്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാ, എന്റെ പണി ഞാൻ എന്നാക്കണ്ട്. പിന്നെ അയാൾ തിന്ന മക്കന്റെ വായി ഇട്ട് കൊടുക്കുവോ, അയാൾ കക്കൂസിലുണ്ട്, അയാൾ എന്നെ പോണ്ട്. എന്നാലും ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ സമാധാനമില്ല. ചില ആൾക്ക് അങ്ങനെയുണ്ട്. ചില നാട്ടില് പെണ്ണുങ്ങള് വീട്ടിലെ പെണ്ണുങ്ങൾ കടപത്തെ എന്നല്ല പറഞ്ഞെങ്കിൽ നല്ല നല്ല പെണ്ണുങ്ങൾ അല്ലാഹു ബർക്കത്താക്കട്ടെ. എവിടക്കെങ്കിലും പോയിട്ട് വന്നെങ്കിൽ കിടാവിനെ നോക്കിയിട്ട് വന്നെങ്കിൽ ഓനാണൊക്കെ ഇല്ലേ ഇല്ല ഒരു പസ് ഓളാണല്ല, ഓള് കണ്ണു ക്രോസ്. കിടാവ് എങ്ങനെ ഉണ്ടറിയോ, നല്ല കൊമ്പന്റെ കുഞ്ഞു പോലെ കിടാവ് പാപ്പ. ആ കിടാവിന് പിന്നെ പനി, സീത്ത, തലനുമ്പല, ദമ്മ് കെട്ടുന്ന നിക്കലയില്ല. ഇത് കളവ, ഇത് നേരാണ്. അൽഐനു ഹഖുൻ, കണ്ണീർ ഹക്കാണ്. മുഹമ്മദ് മുസ്തഫ കണ്ണീർ ഹക്കാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ അടുത്തേക്ക് നല്ലൊരു പിഞ്ചു പൈതലിനെ കിടാവിനെ കൊണ്ടുവന്നപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചോദിച്ചു, എന്തേ നിങ്ങളെ കുഞ്ഞിന് നിങ്ങൾ കറുത്ത അടയാളം? നമ്മൾ മറുവ മറുവല്ല, മറു നമുക്ക് ഇടാൻ പറ്റുന്ന മൈ ബൊട്ടല്ല, ബൊട്ടെടുക്കുന്നത് മൈ. എന്തേ നിങ്ങൾ മൈ ഇട്ടിട്ടില്ല? നല്ല സംസ്കാരാണ്. പിഞ്ചുമക്കൊക്കെ മൈയിടല്. ഇപ്പൊ ചില ആളെല്ലാം മൈ ഇടുന്ന കണക്ക് ചെയ്യുന്നില്ല. ഈടെ ഇപ്പുറത്തെ ബെല്ല് ഉണ്ട്, ഇപ്പുറത്തെ അതിനാട്ട് ബെല്ല് ഉണ്ട്, ഇപ്പുറത്തെ മറ്റേ ബട്ടാട്ടന്റെ ബെല്ല് ഉണ്ട്. അത് കുറച്ച് മുന്നേ. ഇപ്പത്തെ പെണ്ണുങ്ങ മൈ ഇടുന്നു. അത് എങ്ങനെയെന്ന് കേട്ടെങ്കിൽ ചെറിയൊരു പെൻസിൽ, ചെറിയൊരു കുട്ടി ദൂരത്ത് നോക്കി നിങ്ങൾക്ക് ചെറുങ്ങനെ ഒക്കല്ലെന്ന് കാണുന്ന പോലത്തെ ഒരു കിടാവിന്റെ എപ്പോഴും കൂടെ ഒരു പൊട്ട് കണ്ടോണ്ട് ഞാൻ വരുന്ന കേട്ട് കിടാവിന്റെ മറു പോയാന്ന്. അപ്പൊ കിടാവിന്റെ ഉപ്പ ചൊല്ലി അത് മറുവല്ല, അടുക്ക് മൈയിട്ടോണ്ടേ, അത് ഇന്നിട്ടിട്ടില്ല. ചില ആൾ അങ്ങനെ ചെറിയ കണ്ണ് കൊള്ളാനും കയ്യ, ബോറ് ആവാനും കയല. അങ്ങനെ ഇപ്പല്ല അങ്ങനല്ല, സിസ്റ്റമില് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോന്നല്ലോ. വലിയ അന്ധവിശ്വാസം ഇല്ല, വിശ്വസിക്കണ്ടല്ലോ, വിശ്വസിക്കൊന്നുമില്ല. മിഞ്ഞന്ന് ക്ലാസ്സിലേക്ക് പോയിട്ടാകുമ്പോ പെണ്ണുകിടാക്ക ശരീരത്തിൽ കേട്ട് ഉസ്താദ് കടുപേറിങ് ഗലാട്ടാന്ന കടു ഉടൻ തന്നെ കടുവിനെ കൊടുക്കുന്ന കടുന്ന നിങ്ങൾ ചെന്ന കണക്കിൽ ഞാൻ തിരിച്ചെന്ത് വേറെ എന്താ ചൊല്ലുന്നത് അത്ര വലിയ സീരിയസ് കടുപേറിയെങ്കിൽ ഇവിടെ അങ്ങനെ ഉണ്ടാ പെണ്ണുങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ വിഷയം ഉണ്ടാ പെണ്ണ് കയ്യിലാണോ അല്ലേ? ഞാൻ പറഞ്ഞ കടുവല്ല, എന്ത് പേരെയും ഗലാട്ടാവും. ഇപ്പൊ കാരില് പൈസ ഇല്ല, ഈ പൈസ ഇല്ലാത്ത സമയത്ത് ഉണ്ട കടുവല്ലേ പേരിങ്, പിന്നെ ഗലാട്ടാവാൻ വേറെന്ത് പൈ വേണം അല്ല കടുപേര്. ഞാൻ പറഞ്ഞത് പണ്ടത്തോറെ, പണ്ട് ഈ പെണ്ണുങ്ങല്ലേ നട്ടെങ്കിൽ ഈ ടിന്നുണ്ടായിട്ടില്ല പണ്ട്. ഇപ്പൊ എല്ലാം ടിന്നായില്ലേ. പണ്ടല്ലേ ഈ കടലാസരി ചുറ്റി വെച്ചോണ്ടേ ഈ അടികാക്കുന്ന ഗടിപിടിയിൽ എണ്ണ വെച്ചിട്ട് കടു തേടുന്നു. അടുപ്പിൽ കലം പോരുന്നു. എന്താ കലം പോരുന്നില്ലേ?
വെള്ളുള്ളി എണ്ണയിലിട്ടിട്ട് കടുവലിട്ടിട്ട് കലമ്പോ, ഞങ്ങളുടെ നാട്ടിൽ കലമ്പോരില്ല നീടെന്താ അതന്നെ ഞമ്മ ഒരു പക്കെ ഞമ്മ ഭാഷ ഇല്ലാത്തവരോ ഞമ്മ ദൂരെ ഭാഷ. അപ്പൊ ഈ കലമ്പോരുന്ന പെണ്ണുങ്ങളെ പഠിപ്പെന്തെന്ന് കേട്ടെങ്കിൽ തേടുന്ന ജാസ്തി, എടുത്തു വെക്കുന്ന ജാഗ്രതയും ജാസ്തി. പെണ്ണുങ്ങൾ കത്തി എടുത്ത് വെച്ചിട്ട് എന്ത് ഷാവിന്റെ വിട്ട കത്തി വടക്ക് പോയി, ഉടുത്ത കത്തി വടക്ക് പോയി, ഒരു കയ്യിൽ കത്തി പിടിച്ചോണ്ട് തേടുന്നത്, അപ്പുറത്തെ കയ്യിൽ വേറെ കത്തി. പെണ്ണുങ്ങൾക്ക് ജാസ്തി പാത്രം ഉണ്ടെങ്കിൽ എടുത്തു വെക്കുന്നത്, എടുത്തു വെച്ചിട്ട് ഇത് അർജന്റ് ബിരുന്നർ വന്നപ്പോ ഇത് കെട്ടുന്ന നാട്ടുള്ളിൽ വിളമ്പിട്ട് കൊടുത്തു. കയ്യിലുണ്ടെങ്കിൽ ഇതില്ല, ബോളില്ല, ബോൾ ഉണ്ടെങ്കിൽ കയ്യിലില്ല, ഇങ്ങനെല്ലാം ഗടിപിടി ജാസ്തി. ഈ പണ്ടത്തെ പെണ്ണുങ്ങൾ ഈ കടലാസിൽ ചുറ്റിട്ട് വെക്കുന്ന കടു, അപ്പുറത്തേൽ ഉപ്പ്, ഇപ്പുറത്തേൽ അത് ഇതെല്ലാം കടലാസിൽ ചുറ്റി വെച്ചോണ്ടേ. ഈ കടലാസിൽ ചുറ്റി വെച്ച് ഗടിപിടിയിൽ എണ്ണ തിളക്കുമ്പോ ഈ കടു കിട്ടിട്ടാണോ അല്ലെ? ഇത് അർജന്റ് തീർന്നു, ഇത് വേറിട്ടമ്മ ആണുങ്ങ വന്നിട്ട് പറയുന്നു, പണ്ടേ നീ അങ്ങനെ നിന്റെ ഉപ്പ ഇങ്ങനെ പണ്ട് ഇവിടെ എല്ലാം ഹലാക്കാക്കിയിട്ട് എല്ലാം വേറിയിട്ട് ഇവിടെ ഇല്ലാത്ത പൈസ ഇട്ടിട്ട് കൊടുത്തിട്ട് കളട്ട്. അപ്പൊ പണ്ടത്തോർ ഇത് പാസ്സാക്കി പെണ്ണുങ്ങൾ തിരിച്ചത് ഇതെന്നിട്ട് കടു പേരി ഗലാട്ടാണ്. കടുവല്ല, നിങ്ങൾ ചായപ്പൊടി പേരിട്ട് നോക്കില്ല, മുസുണ്ടിലേക്ക് ഇട്ട് ഇപ്പൊ അത്ര വില ചായപ്പൊടി. ചിലതെല്ലാം അങ്ങനത്തെ അന്ധവിശ്വാസം. പിന്നെ ഒരു പെണ്ണ് കെട്ട് മാച്ചില് കുത്ത വെച്ചെങ്കിൽ ഗലാട്ടാണ്. അങ്ങനെ അങ്ങനത്തൊന്നുണ്ടാ അടിക്കുന്ന മാച്ചിൽ എന്താണ് മാച്ചി അതിനെ കുത്ത വെച്ചെന്താ മറിഞ്ഞിട്ട് പോകുന്ന അതെല്ലാവരും. ചില സ്ഥലത്ത് അങ്ങനെ ഉണ്ട്, മാച്ചിൽ കുത്ത വെച്ചെങ്കിൽ പരല് പിണക്കാവും, ഭാര്യ ഭർത്താവും പിണക്കാവും. ഞാൻ പറഞ്ഞ ശരി തന്നെ, കുത്ത വെച്ചെങ്കിൽ അടിച്ചെന്റെ അത് ഇത് മറ്റു വേണ്ടാത്ത കാട്ടാറില്ലെങ്കിൽ പറഞ്ഞെങ്കിലും ഉണ്ടാവും. ഈ മനസ്സ കക്കൂസിലൊക്കെ ബാത്റൂമിലേക്കെല്ലാം പോയിട്ട് ഒന്നോലെ കൊടുത്തിട്ട് വരുമ്പോ ഇത് കൈക്ക് കൊണ്ടിട്ട് ആടെയെല്ലാം നിങ്ങളട്ടാവേലേ. ഇതെല്ലാം പണ്ട് ചില വിഷയങ്ങളിൽ അങ്ങനെ വന്നതുണ്ട്. ചില അന്ധവിശ്വാസങ്ങളുണ്ട്, ചിലത് ജാഗ്രതക്ക് വേണ്ടിയിട്ട് ആക്കി വെച്ചതും. കണ്ണ് പഠിച്ചെങ്കിൽ കരയാനുണ്ട്, കണ്ണ് അങ്ങനെ ഉണ്ട്. ഇടത്തെ കണ്ണ് പഠിച്ചെങ്കിൽ ദുഃഖ വാർത്ത കേൾക്കുന്നു, ബലത്തെ പെണ്ണ് കണ്ണ് പഠിച്ചെങ്കിൽ നല്ല ഇഷ്ടമുള്ള ആളെ കാണാൻ പോകുന്നു. ഇല്ല കടവക്കാർ ഒന്നൊന്നര നല്ല മനുഷ്യന്മാർ. ഇവിടെ അങ്ങനത്തെ അന്ധവിശ്വാസ വേണ്ടാത്തതെന്തില്ല, എല്ലാം വേണ്ടതേ ഉള്ളു. ഏതുവാകട്ടെ ഇങ്ങനത്തെ കുറെ ഉണ്ടെങ്കിലും മയ്യിടുന്നത് അതിന്റെ ഭാഗമല്ലാതെ നല്ലതാണ്. കണ്ണേറിന് തടുക്കാൻ നല്ലതാണ്. വീട്ടിന്റെ മുറ്റത്ത് കള്ളിമരം നടുന്നത് നല്ലതാണ്. വീട്ടിൽ കോഴി ഉണ്ടാകൽ വീട്ടിൽ കോഴി ബറക്കത്താണ്. വീട്ടിലെ ആട് അശാത്തുഫിൽ ബൈത്തി ബറക്ക, വീട്ടിൽ ആട് ബറക്കത്താണ്. ആടും കോഴിയൊക്കെ വേണം. മറ്റുള്ളവന്റെ കൃഷി തിന്നുന്നതാകരുത്, മറ്റുള്ളവന്റെ പുരയിൽ പോയി ആക്രമിക്കുന്നവരാകരുത്. എന്നിട്ടോലാത്ത സുബുദ്ധി, നിങ്ങൾ കോഴിനെ ചീത്ത പറയാൻ പാടില്ല. കോഴി ബറക്കത്തുള്ള ജീവിയാണ്. മലക്കുകളുടെ ബാങ്കിന്റെ വിളി കേട്ടിട്ട് സുബഹി നേരത്ത് കൂകുന്ന ജീവിയാണ് കോഴി. ഞാൻ പിള്ളേരോട് കോഴി എന്റെ സുബൈക്ക് കൂന്നേ. അപ്പൊ ഇനി പുള്ള ചെന്ന് കോഴിക്ക് കൂവാൻ മാത്രം അറിയുന്ന, വേറെ എന്തോ ആക്കാൻ അറിയുന്നില്ല കോഴിക്ക്. ഇങ്ങനത്തെ എല്ലാം മറുപടി പറഞ്ഞ എന്താക്കാൻ അല്ല. മലക്കുകളുടെ ബാങ്കിന്റെ ശബ്ദം കേട്ടിട്ടാണ് കോഴികൾ കൂവുന്നത്. അത്താഴ നേരത്ത്, തഹജ്ജുദിന്റെ വേളയിൽ, സുബഹിന്റെ വേളയിലൊക്കെ. അതുകൊണ്ടാണ് കോഴീനെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല. ഒന്നിനെയും ചീത്ത പറയരുത്, ഒരാളെയും ചീത്ത പറയരുത്, ഒരാളെയും നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്, ഒരാളെയും നിങ്ങൾ കളിയാക്കി ചിരിക്കരുത്. ഒരൊറ്റൊരാളെ നീ കളിയാക്കി ചിരിച്ചിട്ടുണ്ടെങ്കിൽ നീ കളിയാക്കി ചിരിച്ചതിന് പകരം നാളെ മഹ്ശറയിലെത്തുമ്പോ നിന്റെ ഹജ്ജ്, നിന്റെ ഉംറ, നിന്റെ സോഷ്യൽ വർക്ക്, നിന്റെ നിസ്കാരം, നിന്റെ ദിക്റുകൾ അവന് കൊടുത്തിട്ട് അവന്റെ തിന്മകളെ കൊണ്ട് നീ നരകത്തിൽ പോകേണ്ടി വന്നാൽ. അതുകൊണ്ട് ഒരാളെയും ബുദ്ധിമുട്ടിക്കണ്ട, ഒരു ചെറുപ്പക്കാരന്റെയും കല്യാണം മുടക്കണ്ട. പാലക്കാരെല്ലാം കാണുമ്പോ പബ്ലിക്കിൽ ചോദിക്കുക, എന്തറാ 10 കത്തന്റെ വയസ്സായി മംഗല ഒരു ചോറ് തരുന്നില്ലേ? അവന്റെ പ്രശ്നമോ പ്രതിസന്ധിയോ ബുദ്ധിമുട്ടോ അറിയാത്ത എത്ര ബാലക്കാരെ ബേജാർ. ഓപ്പ ചിരിക്കും, അപ്പോ എന്തൊക്കെ പറയും, പക്ഷേ അവന്റെ കൽബിന്റെ ഉള്ളറകളിൽ സങ്കടം പോയതൊരാൾ പറഞ്ഞില്ല. പബ്ലിക്കിൽ ഒരാളെ നമ്മൾ കോമഡി ആക്കാൻ പാടില്ല. നമ്മൾ പൊതുവെ തമാശക്ക് പറയാം, പരസ്യമായിട്ട് പാടില്ല. എന്നെ നിങ്ങൾ പരസ്യമായി കളിയാക്കിയിട്ട് ചിരിച്ചാൽ ചിരിക്കുന്നവർക്കൊക്കെ സുഖമാണ്. അത് കേൾക്കുന്നവന്റെ മനസ്സിൽ വല്ല സങ്കടം തോന്നിയാൽ അത് വലിയ പരിഹാരം അതിന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരാളുടെയും മനസ്സ് നോവിക്കരുത്, ഒരാളുടെയും മനസ്സ് വേദനിക്കുന്ന വാക്ക് പറയരുത്.
ഒരാൾക്കും സിഹിർ വെക്കരുത്, ഒരാളുടെയും കച്ചവടം തകർക്കരുത്, ഒരാളുടെയും ഇസ്സത്ത് തകർക്കരുത്, ഒരാളെയും നീ മോശമായി കാണരുത്, ആരെയും നീ ചെറുതാക്കരുത്, ആരെയും നീ കളിയാക്കി ചിരിക്കരുത്, ഒരാളെയും നീ ബുദ്ധിമുട്ടിച്ചു കളയല്ല, അയൽവാസികളെ ഉപദ്രവിക്കരുത്, അയൽവാസികളെ ഉപദ്രവിക്കരുത്, നാട്ടുകാരെ കളിയാക്കരുത്, സോഷ്യൽ മീഡിയയിലൂടെ തിന്മകൾ പ്രചരിപ്പിക്കരുത്, നന്മ ചെയ്യണം, സ്വലാത്തുകൾ ധാരാളമാകണം, ഖുർആൻ ഒരുപാട് ഓതണം. എപ്പോഴാണ് മരിക്കുക, എവിടെയാണ് മരിക്കുക? മുത്തുമുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയണം, ഒരുപാട് സന്തോഷങ്ങൾക്ക് നമ്മൾ കാരണക്കാരാവണം, പാവപ്പെട്ടവരുടെ കണ്ണീര് തുടക്കാൻ നമുക്ക് സാധ്യമാകണം. അല്ലാ തൗഫീഖ് നൽകണം. അല്ലാ യൂത്ത് ഫ്രണ്ട്സിലെ ചെറുപ്പക്കാർ ഇവിടെ നോമ്പ് തുറപ്പിക്കൽ, ഇവിടെ വൃത്തിയാക്കലുകൾ, മീലാദ് പരിപാടികൾ, വ്യത്യസ്തങ്ങളായ നാടിനും കുടുംബത്തിനും ഉപകാരപ്പെടുന്ന നന്മയുടെ ധാരാളം പ്രവർത്തനങ്ങളിലൂടെ പേരുകേട്ട പ്രസ്ഥാനമാണ് യൂത്ത് ഫ്രണ്ട്സ്. ഈ കൂട്ടായ്മ ഖിയാമത്ത് നാൾ വരെ ഇസ്സത്തോടെ അഭിമാനത്തോടെ നന്മയുടെ വാക്താക്കളായി, ദീനിന്റെ പടക്കുതിരകളായി ഈ ചെറുപ്പക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നുമക്കള്, യാ അല്ലാ ഇവർക്ക് നീ ഹംസത്തുൽ കറാർ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നന്മകൾ ചെയ്യാൻ, സമുദായത്തിന് നന്മ ചെയ്യാൻ, നാട്ടിന് നന്മ ചെയ്യാൻ, കുടുംബത്തിന് നന്മ ചെയ്യാൻ നീ തൗഫീഖ് നൽകണം. അല്ലാ മുത്തുമുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, വാഹനം ഓടിക്കുമ്പോൾ ഒരൽപ്പം സ്ലോ, സാവകാശത്തിലൂടെ ബൈക്ക് ഓടിക്കണം, സാവകാശത്തിലൂടെ കാർ ഓടിക്കണം, നിയമങ്ങൾ പാലിക്കണം, ഹെൽമറ്റ് ധരിക്കണം, സീറ്റ് ബെൽറ്റ് ധരിക്കണം. അപകടങ്ങൾ എത്ര ജാഗ്രതയോടെ പോയാലും നമ്മുടെ ജാഗ്രതകളെ കൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയില്ലെങ്കിലും ഹെൽമറ്റ് ധരിച്ചിരുന്നുവെങ്കിൽ എന്റെ പൊന്നുമോന് രക്ഷപ്പെടുമായിരുന്നു എന്ന് പറയുന്ന വീഡിയോ ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കണ്ടല്ലോ. ഒരു ഹെൽമറ്റ് ധരിക്കാൻ നമുക്കത് പ്രയാസമാകരുത്. ഹെൽമറ്റ് കയ്യിലിട്ട് പോകേണ്ടതല്ല, ഹെൽമറ്റ് അവിടെ മിററിൽ വെക്കേണ്ടതല്ല, ഹെൽമറ്റ് തലയിൽ ധരിക്കുക, സീറ്റ് ബെൽറ്റ് ഇടുക. ഓവർ സ്പീഡുള്ള യാത്രകൾ അപകടമാണ്. ഈ ഓവർ സ്പീഡായിട്ടുള്ള ഓട്ടങ്ങൾ മരണത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു. ഇത് ശൈത്താനാണ്. നിങ്ങൾക്ക് സ്പീഡ് കൂട്ടുന്നത് ശൈത്താനാണ്. ഓവർ സ്പീഡിൽ പോകരുത്. ഉമ്മമാരെ, ഉപ്പമാരെ, ചെറിയ ചെറിയ മക്കളുടെ കയ്യിൽ സ്കൂട്ടി കൊടുക്കരുത്, കാറ് കൊടുക്കരുത്. അപകടമാണ്. അവരെങ്ങാനും മരിച്ചാൽ അവരെ കൊന്ന ശിക്ഷ ഉമ്മക്കാണ്, ഉപ്പക്കാണ്. ആരെങ്കിലും പിടിച്ചു കൊന്നാൽ, ആരെങ്കിലും മരിച്ചുപോയാൽ അതിന്റെ കാരണക്കാർ ഉമ്മയാണ്, ഉപ്പയാണ്. അതുകൊണ്ട് വാഹനം സാവകാശം. വെക്കേഷൻ സമയങ്ങളൊക്കെ വരുമ്പോ മക്കളെ കുളിക്കാൻ എന്ന പേരിൽ വെള്ളത്തിലിറക്കാൻ പാടില്ല. ഇന്നിവിടെ വാർത്ത കണ്ടു, 3 ആള് കുളിക്കാൻ കേരളത്തിലിറങ്ങിയിട്ട് 2 ചെറുപ്പക്കാരുടെ മയ്യത്ത് വെള്ളത്തിൽ നിന്നെടുത്തിട്ടുണ്ട്. കളിയല്ല, ആലോചിക്കണം. വെള്ളത്തിൽ ശൈത്താൻ പാർക്കൽ കൂടുതലാണ്. വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുമ്പോ വളരെ ജാഗ്രതയോടെ, വളരെ ശ്രദ്ധയോടെ ആകണം. കുളിക്കാരെന്ന പേരിലിറങ്ങി ഉമ്മക്ക് മക്കളില്ലാത്ത പോലെ, മക്കൾ മരിച്ചു പോകുന്ന പോലെ ആയിപ്പോകാതെ കാത്തു സൂക്ഷിക്കണേ. മറ്റൊന്ന്, വാഹനങ്ങൾ വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണം. ഇന്നൊരു ചെറുപ്പക്കാരനായ ഹാഫിദ് നഈം ഫൈലി ഉസ്താദിന്റെ മരണം കരഞ്ഞുപോയി. ആ ഉസ്താദ് അവരുകൾ ഖബറിനെ പറ്റിയ പാടിയ പാട്ടുകൾ കേട്ടിട്ട്, ആ ഉസ്താദ് മരണത്തെ പറ്റി പാടിയ പാട്ട് കേട്ടിട്ട് വരുന്ന ദിവസങ്ങളിൽ ജാമ്യയിൽ നിന്ന് സനദ് വാങ്ങേണ്ട യുവ പണ്ഡിതനാണ്, ഹാഫിളാൻ. അടുത്തു വരുന്ന മാസങ്ങളിൽ ഏപ്രിൽ 19 എന്നറിയില്ല, കല്യാണം കഴിയേണ്ട ചെറുപ്പക്കാരനാണ്, പുതിയാപ്പിളയാണ്. ആ ഖബറിനെ പറ്റി പാടിയ പാട്ടുകൾ ബാക്കി വെച്ചിട്ട്, മയ്യത്ത് കട്ടിലിനെ പറ്റി പാടിയ പാട്ടുകൾ ബാക്കി വെച്ചിട്ട്, ഖബറിനെ പറ്റി പാടിയ പാട്ടുകൾ ബാക്കി വെച്ചിട്ട് ബൈക്ക് അപകടത്തിൽ വെച്ച് ഹാഫിളായ ചെറുപ്പക്കാരനായ ഫൈസി പണ്ഡിതൻ ഈ ലോകത്തോട് വിട പറയുമ്പോ
അല്ലാ അല്ലാ, ആ ചെറുപ്പക്കാരന്റെ ബർസഖിയായ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ആ ഉമ്മക്ക് ആ ഉപ്പക്ക് നീ സമാധാനം നൽകണേ അല്ലാ. മറ്റൊരു മരണം ഇന്ന് കേട്ടത് സിറളിക്കട്ടയിലെ ഒരു സഹോദരി പ്രസവവേളയിൽ വെച്ച് പ്രസവം കഴിഞ്ഞ് ബ്ലീഡിങ്ങിലൂടെ ആ പെണ്ണ് ആ സഹോദരി ഈ ലോകം വിട്ടു പോവുകയാണ്. പൊന്നുമോളെ ഇവിടെ സമ്പാദിച്ച് പൊന്നുമോളെ ബാക്കിയാക്കി യുവതിയായ പെണ്ണുമോൾ എല്ലാവരെയും മുട്ടെറിഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ പൊന്നുമോൾ യാ അല്ലാ, കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് കൊല്ലങ്ങളൊന്നും ആയിട്ടില്ലല്ലോ, ഇവിടെയും ബന്ധുക്കൾ ഉണ്ടാകുമെന്നൊക്കെ തോന്നുന്നു. അല്ലാ, ആ സഹോദരിക്ക് പുറത്തു കൊടുക്കല്ല, ശുഹദാക്കളുടെ കൂടെ സ്വർഗത്തിൽ ചേർക്കണേ അല്ലാ. അങ്ങനെ മരണമാണ് കേൾക്കുന്നത്. മറ്റൊരു ഭാഗത്ത് മഞ്ഞനാടിയിൽ കൽക്കട്ടയിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ചിട്ട് ഒരു ഉമ്മയും മകളും 2 ദിവസങ്ങളിൽ മുമ്പ് മരണപ്പെട്ടു പോയി. ഇന്നും വാർത്ത കേട്ടത് മറ്റൊരു മകളുകൂടി അള്ളാന്റെ വിളിക്ക് ഉത്തരം ചെയ്തിട്ട് ഈ ലോകത്തോട് വിട പറയുകയാണ്. 4 ഭാഗത്ത് നിന്ന് കേട്ടുകൊണ്ടുവരുന്നത് കല്യാണം കഴിയാൻ പോകുന്ന ചെറുപ്പക്കാരനായ ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞത്. പുതിയ പെണ്ണ് ഗർഭിണിയായി പ്രസവിച്ചിട്ട് പ്രസവത്തോടുകൂടി ലോകത്തോട് വിട പറയുകയാണ്. വീട്ടിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ചിട്ട് കുടുംബത്തിലെ 3 പേർ മരിച്ചു കഴിയുകയാണ്. അല്ലാ അല്ലാ, അവർക്കെല്ലാം ശുഹദാക്കളുടെ കൂടെ സ്വർഗം നൽകണേ അല്ലാ. വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകളൊക്കെ ജാഗ്രതയോടെ ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങുക. കഴിവിന്റെ പരമാവധി ബാത്റൂമിന്റെയും കിച്ചണിന്റെയും ഗ്യാസ് സിലിണ്ടറുകൾ വീട്ടിന്റെ പുറത്ത് വെക്കാൻ സൗകര്യം ഉണ്ടാക്കുക. ഇലക്ട്രോണിക് സാധനങ്ങൾ, ഇസ്തിരിപ്പെട്ടി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി അടക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോ നനവില്ലാതെ നനഞ്ഞ കൈ കൊണ്ട് ആരും തൊട്ടുപോകരുത്. അതുപോലെ ഇലക്ട്രിക് സാധനങ്ങൾ വയറിങ്ങുകാർ മോനെ വിളിച്ച് 500 കൊടുക്കേണ്ടി വരുന്നു, എന്നിട്ട് നമ്മളെ മക്കളെ കൊണ്ടൊക്കെ ഫിറ്റ് ചെയ്യിപ്പിക്കരുത്. അതൊക്കെ ജാഗ്രതയിൽ കൊണ്ടു നടക്കണം. ജാഗ്രതയോടെ വാഹനം ഓടിക്കണം. നിസ്കാരങ്ങളെ ഖളാ ആക്കാതെ കൊണ്ടു നടക്കണം. ഉമ്മാനെയും ഉപ്പാനെയും കരിപ്പിക്കാൻ പാടില്ല. ജമാഅത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല. സമുദായത്തിനിടയിൽ ഭിന്നിപ്പിക്കുണ്ടാക്കാൻ പാടില്ല. ഓരോ നാട്ടിലും പള്ളി ഉണ്ടാകണം, മദ്രസ ഉണ്ടാകണം, ജമാഅത്തിൽ ഐക്യമുണ്ടാകണം. ആരെയും കരയിപ്പിക്കരുത്, ആരെയും ചീത്ത പറയരുത്. തങ്ങന്മാരെ ബഹുമാനിക്കണം, ആലിമീങ്ങളെ ബഹുമാനിക്കണം, മുതഅല്ലിമീങ്ങളെ ബഹുമാനിക്കണം. ഹലാലായ കച്ചവടം ചെയ്യണം. സോഷ്യൽ മീഡിയയിൽ ഒരാളെയും നീ ഫളിഹത്താക്കരുത്, ഒരാളുടെയും നാണം കെടുത്തരുത്, ഒരാളെയും നീ കരയിപ്പിക്കരുത്. പാവപ്പെട്ടവരെ ബഹുമാനിക്കണം. അവൻ മഹ്ശറിലെ VIP ആണ്. ഇർഫാൻ ഉസ്താദ് പറഞ്ഞ പോലെ നാളെ സ്വർഗത്തിലേക്ക് പോകുന്ന VVIPകളാണ് പാവപ്പെട്ടവർ. നാട്ടിലുള്ള പാവങ്ങളെ ബഹുമാനിക്കണം, അവരെ കൊണ്ട് ദ്വാരിപ്പിക്കണം. കൈനീട്ടി വന്ന മുസാഫിറിനെ പോലും ചെറുതായി കണ്ടുപോകണ്ട, കൈനീട്ടി വന്ന യാചകനെയും ചെറുതായി കണ്ടുപോകണ്ട. ആര് ചെറുതാണ് ആര് വലുതാണ് നമുക്കറിയില്ല. അല്ലാഹു അലം. അല്ലാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തണം. അല്ലാഹ് എല്ലാവരും നിൽക്കുക. ഒരു ചെറിയൊരു ദുആ നമ്മളിൽ നിന്ന് മരിച്ചവർക്ക് വേണ്ടി. ഇവിടെ യൂത്ത് ഫ്രണ്ട്സ് നല്ല ത്യാഗം ചെയ്തിട്ടുണ്ട്. നല്ല അധ്വാനത്തിന്റെ ഫലമാണ് ഈ സൗന്ദര്യം. ഇവിടെ അൽഹംദുലില്ലാ സന്തോഷം. 100 കണക്കിന് ചെറുപ്പക്കാർ ഇവിടെ കൂടി. പൊതുവെ വയലിന്റെ സദസ്സിൽ ആളുണ്ടാകലുണ്ടെങ്കിലും കൂടുതലും വയസ്സന്മാരായിരിക്കും. ഇന്നിവിടെ കാണുന്നതിൽ 75% ചെറുപ്പക്കാരാണ്. യാ അല്ലാഹ്, ഈ ചെറുപ്പക്കാർക്ക് നീ ഖൈർ നൽകണം അല്ലാഹ്. പൊന്നുമക്കളെ, ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമപ്പെട്ടു പോകരുത്. കഞ്ചാവ് ലഹരിക്കടിമപ്പെട്ടു പോകരുത്. അത് ഉക്കയിൽ തുടങ്ങി കഞ്ചാവിൽ പോയി MDMലേക്ക് കയറി ഉമ്മാനെ തിരിച്ചറിയാൻ കഴിയാത്ത, ഉമ്മയെ കൊല്ലുന്ന, ഉപ്പയെ കൊല്ലുന്ന, ഉമ്മാമാന്റെ തലയറുത്ത, ഉപ്പാപ്പാന്റെ കഷ്ണമായി മുറിച്ച രംഗങ്ങളൊക്കെ നമ്മൾ കേട്ടു. മദ്രസയിലേക്ക് പോകുന്ന മക്കൾ പോലും, ആൺമക്കളും പെൺമക്കളും ഇന്ന് ലഹരി ഉപയോഗിക്കാൻ, ഉക്ക വലിക്കാൻ, ഫാസ്റ്റ് ഗം കൊട്ടയിലിട്ട് വരച്ച് ചൂടാക്കി മൂക്കത്ത് വലിക്കാൻ മദ്രസയുടെ മുറ്റത്ത് പോലും. ഈ ഒരവസ്ഥയിലേക്ക് ഈ സമുദായം എത്തിയിട്ടുണ്ട്. നല്ല ജാഗ്രതയുണ്ടാകണം. മറ്റൊരു വശത്ത് ഈ സമുദായത്തെ ഇല്ലായ്മ ചെയ്യാൻ ഗൂഢതന്ത്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് അജണ്ടകൾ വെച്ചുകൊണ്ട് ഈ സമുദായത്തിലെ പണക്കാരുടെ മക്കളെ കഞ്ചാവുകാരാക്കാൻ, ഈ മക്കൾ എഡ്യൂക്കേഷൻ എടുത്ത് ഉന്നതിയിലെത്തുന്നതിനെ തടയാൻ, അവർക്ക് കഞ്ചാവ് വിതരണം ചെയ്യാൻ നടത്തുന്ന ഗൂഢമായ തന്ത്രം ഒരു ഭാഗത്ത്.
സമുദായത്തിലെ പെൺമക്കളെ മതം മാറ്റാൻ, സമുദായത്തിലെ മക്കളെ പ്രേമത്തിന്റെ പേരിൽ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം മറ്റൊരു ഭാഗത്ത്. ഇതെല്ലാത്തിന്റെയും ഇടയിൽ സൗഹാർദ്ദം മറന്നു പോകരുത്, ജമാഅത്തിൽ ഐക്യം മറന്നു പോകരുത്, നാട്ടിന്റെയും കുടുംബത്തിന്റെയും സമാധാനവും സന്തോഷവും മറന്നു പോകരുത്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ നീ കബൂലാക്കണം അല്ലാ. ഇവിടെ സ്ഥലം നൽകിയ മർഹൂം ആദം, ഖദീജ, ഇബ്രാഹിം അവരുടെ ഈ മരിച്ചുപോയവരുടെ പേരിലാണ് ഇവിടുത്തെ സ്ഥലം ഇവിടെ നമുക്ക് സൗകര്യപ്പെടുത്തിയത്. അല്ലാഹുവേ, അവരുടെ ഖബറുകൾ നീ സ്വർഗ്ഗപൂന്തോപ്പാക്കണം അല്ലാ. റഹ്മത്തും ബറക്കത്തും നൽകണേ അല്ലാ. സലാമത്തും സന്തോഷവും നൽകണം അല്ലാ. ഇൻഷാ അല്ലാ വളരെ നല്ല രൂപത്തിൽ യൂത്ത് ഫ്രണ്ട്സിന്റെ ഈ പരിപാടി വളരെ വളരെ ഭംഗിയായി നടന്നിട്ടുണ്ട്. റബ്ബ് തആല ഇതെല്ലാം കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ സ്വീകരിച്ചു കിട്ടിയാൽ നമുക്ക് വലിയ ഭാഗ്യമാണ്, വലിയ നേട്ടമാണ്, വലിയ റഹ്മത്താണ്, വലിയ ബറക്കത്താണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് ജനുവരി 30, 31, ഫെബ്രുവരി 1, 2, 4 തീയതികളിലായി ജാമിഅ ഇർഫാനിയയുടെ മഹത്തായ സമ്മേളനം കണ്ണൂർ ജില്ലയിലെ ചപ്പാരപ്പടവിൽ വെച്ച് നടക്കുന്നു. ഖുത്ബിയത്ത് കൊണ്ട് ആരംഭിക്കുന്ന ആയിരങ്ങൾ കൂടുന്ന വലിയ ഖുത്ബിയത്തിന്റെ മജ്ലിസാണ് ആദ്യ രാത്രി. അത് കഴിഞ്ഞ് 2 ദിവസത്തെ 3 ദിവസത്തെ പരിപാടിയും സമാപനം ഷെയ്ഖുന ചപ്പാരപ്പട ഉസ്താദ് അവരുകൾ, വലിയായ മഹാനായ ആരിഫായ ഒരു മനുഷ്യൻ, അവരുടെ ദുആയും സ്വാഹിബ് മൗല അഹ്മദ് വലിയുള്ളാഹി തങ്ങളുടെ സാന്നിധ്യമൊക്കെ അറിയിക്കുന്ന വലിയ അള്ളാഹിന്റെ ആരിഫീങ്ങൾ ഒത്തുകൂടുന്ന ദുആന്റെ മജ്ലിസാണ്. ആയിരങ്ങളുടെ കണ്ണീർ, ആയിരങ്ങളുടെ സമാധാനം, ആയിരങ്ങളുടെ സന്തോഷം, ഇതിനൊക്കെ കാരണമാകുന്ന ബറക്കത്താക്കപ്പെട്ടൊരു മജ്ലിസാണ് അവിടെ നടക്കുന്നത്. പൊതുവെ ഒരു സമ്മേളനം എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള സമ്മേളനമല്ല, ഒരു ആത്മീയ സംഗമമാണ്. അതിലൊക്കെ കൂടുക. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം ഖൈറിലാക്കി തന്ന അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് സമ്മാനം ചോദിക്കണം വേണ്ട, അൽഹംദുലില്ലാഹ് വേണ്ടാന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഒന്നുകൂടി ചോദിച്ചത് എന്നെങ്കിലും അൽഹംദുലില്ലാഹ് ഈ പരിപാടിയുമായി സഹായിച്ച് സഹകരിച്ച എല്ലാവരെയും നീ ഖൈറിലും സന്തോഷത്തിലുമാക്കണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് 11 സ്വലാത്ത് എഴുതിയിട്ട് അബൂബക്കർ ഉമറാജ് അല്ലേ, ഇവർ രണ്ടാൾ ദ്വാരക്കാൻ വസിയത്തായ അല്ലാഹ് അവരുടെ നീ ഖൈറും ബറക്കത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്, സലാമത്തും സന്തോഷവും നൽകണേ. 11 സ്വലാത്ത് എഴുതിയിട്ട് നമുക്ക് ചെറിയൊരു ദുആ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. തങ്ങളെ തങ്ങൾ നല്ലൊരു സ്വഭാവക്കാരനാണ്. അല്ലാഹു തആല തങ്ങൾ ദുആ കൊണ്ട് ആരംഭിച്ച അല്ലാഹു തങ്ങൾ ദുആ ചെയ്തു തുടങ്ങിയ പരിപാടിയാണ്. അൽഹംദുലില്ലാഹ് വിജയിച്ചു. അല്ലാഹു തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരുമിച്ച് കൂടിയതും സഹായിച്ചതും എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. യൂത്ത് ഫ്രണ്ട്സിന്റെ ബാലക്കാർ, ചെറുപ്പക്കാർ, പ്രവർത്തകർ അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മത്തും ബറക്കത്തും റാഹത്തും ഏറ്റി തരണം അല്ലാഹ്. അല്ലാഹ്, ഇവിടെ വന്ന ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ചെറിയവർ, വലിയവർ, ഇവിടെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, ഇവിടെ വന്നവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കണേ അല്ലാഹ്. അല്ലാഹ്, പരിശുദ്ധ റജബാണ് വരാൻ പോകുന്നത്. 2024 തീരാൻ പോകുന്നു. അല്ലാഹ്, 25ാം പുതുവർഷം ഞങ്ങൾക്ക് നീ ഖൈറിലാകിത്ത അല്ലാഹ്. ഈ ചൊല്ലിയ സ്വലാത്തും പറഞ്ഞ വയലും നൽകിയ ഭക്ഷണവും ഞങ്ങളിൽ നിന്ന് മരിച്ചവരുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്.
ഉസ്താദന്മാർക്ക് തങ്ങന്മാർക്ക് ഭക്ഷണമുണ്ടാക്കിയ മമ്മദരിച്ച അവരിലും കുടുംബത്തിലും നീ ഖൈർ നൽകണേ അല്ലാ. ഇതിന്റെ പ്രവർത്തകർ, ഇതിന്റെ ഭാരവാഹികൾ നീ ഖൈർ നൽകണേ അല്ലാ. ചുറുക്കുള്ള ചെറുപ്പക്കാരും നല്ല ചെറുപ്പക്കാരായ മക്കളും ഇതിനു വേണ്ടി ഓടിച്ചാടി നടക്കുകയാണ്. നീ കബൂലാക്കണേ അല്ലാ. അവരുടെ ജീവിതം ഭംഗിയാക്കണേ അല്ലാ. ബുദ്ധിമുട്ടുകളെ ദൂരീകരിക്കണേ അല്ലാ. വിഷമങ്ങളെ തീർക്കണേ അല്ലാ. അല്ലാ, ഞങ്ങളുടെ രോഗങ്ങളെ ശിഫാ നൽകണേ അല്ലാ. ആൺമക്കൾക്കും പെൺമക്കൾക്കും അനുയോജ്യമായ കല്യാണം റാഹത്താക്കണേ അല്ലാ. കടങ്ങളെ വീട്ടിത്തരണം അല്ലാ.